ഹായ് ഡേ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമൻ വിത്ത് സായി. ഇന്ന് എനിക്ക് നിങ്ങളുടെ ചർച്ച ചെയ്യാനുള്ളത് ജീവിതത്തിന് തന്നെ മാറ്റിമറിച്ച 5 പുസ്തകങ്ങളെക്കുറിച്ചാണ്. സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന 5 പുസ്തകങ്ങൾ. ഇത് വായിച്ച പലരുടെയും ലൈഫ് മാറിപ്പോയി, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചുകൾ അവരുടെ ലൈഫിൽ വന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള വായനക്കാരാണെങ്കിലും. 5 പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകം ദ ആൽക്കെമിസ്റ്റ്, പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം. എല്ലാവർക്കും അറിയാം, ഒരു ആർട്ട് ഡയൻ തൻ്റെ സ്വപ്നത്തിലൊരു നിധി ദർശനം കാണുന്നതും അതിനുവേണ്ടി അയാൾ നടത്തുന്ന പല തരത്തിലുള്ള യാത്രകൾ, പല സ്ഥലത്തിലൂടെ നേരിടുന്ന പല പല അപകടങ്ങൾ. പക്ഷേ അയാളുടെ ലക്ഷ്യം, അയാൾ തേടിപ്പോകുന്ന ആ ലക്ഷ്യത്തിനെ എത്രയൊക്കെ കഠിന പ്രയത്നം കൊണ്ട് അത് നേടിയെടുക്കണം എന്നുള്ള ആ മോട്ടിവേഷൻ ആണെങ്കിലും ആ ഇൻസ്പിറേഷൻ ആണെങ്കിലും നൽകുന്ന ദ ആൽക്കെമിസ്റ്റ് എന്ന കഥ. പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പേര് വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദ ആൽക്കെമിസ്റ്റ്. അതാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം ദ സീക്രട്ട് എന്ന പുസ്തകം റോണ്ട ബയർനെ എന്നുള്ള വിഖ്യാതയായ ഒരു എഴുത്തുകാരിയുടെ ഒരു മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ ഒരു ഉപോൽപ്പന്നം എന്ന് വേണം നമുക്ക് ദ സീക്രട്ടിനെ പറയാനുണ്ട്. സീക്രട്ട് ആദ്യം ഒരു പുസ്തകമല്ലായിരുന്നു, ആദ്യം ഒരു വീഡിയോ ആയിരുന്നു, ഒരു ഡോക്യുമെൻ്ററി ഫിക്ഷൻ പോലെ. നമുക്കിപ്പോഴും കാണാൻ പറ്റും യൂട്യൂബിലോ അല്ലെങ്കിൽ സീക്രട്ടിൻ്റെ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഏകദേശം 1.5 മണിക്കൂറോളം നീളുന്ന ഒരു പക്ക ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ. നമ്മൾ വിചാരിക്കും സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം ഒരാൾ മാത്രം എഴുതിയതാണ്, അല്ലെങ്കിൽ റോണ്ട ബൈർനെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ, ഇത്തരത്തിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സ്പീക്കേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ ഈ റോണ്ട ബൈർനെയുടെ തിയറിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് പറയുന്നത് ലാ ഓഫ് അട്രാക്ഷൻ എന്ന തിയറിയാണ് റോണ്ട ബൈർനെ മുന്നോട്ട് വയ്ക്കുന്നതും സംസാരിക്കുന്നതും. ഇനി മൂന്നാമത്തെ പുസ്തകം ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫ് മർവി. പുള്ളിക്കാരൻ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു പുസ്തകമാണ് ഈ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മളെല്ലാവർക്കും ഒരു മനസ്സുണ്ട്, എന്നാൽ ആ മനസ്സിനെ രണ്ടായി തിരിച്ച് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് രണ്ടായി തിരിക്കുന്നത്, അവിടെ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ ഹാബിറ്റ്സിനെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന് എന്തെല്ലാം പവറുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് ഈ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്തൊക്കെ നല്ലതായിട്ടും മോശമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, എന്തൊക്കെ ഹാബിറ്റ്സ് മുഖാന്തരം ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാമെന്നുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള നോളജുള്ള ആൾക്കാർക്ക് പോലും അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിൽ മലയാളത്തിൻ്റെ വേർഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പുസ്തകങ്ങൾ എല്ലാത്തിൻ്റെയും മലയാളത്തിലുള്ള വേർഷൻ അവൈലബിൾ ആണ്. ഇനി നാലാമത്തെ പുസ്തകം ഇക്കിഗായ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കിഗായ് എന്ന് പറയുന്നത് ഒരു ബുക്ക് ആണെങ്കിലും അതൊരു ജീവിത ശൈലിയാണ്. ജപ്പാനിലുള്ള വളരെ പ്രായമേറിയ ആൾക്കാർ, അതായത് എത്രയെങ്കിലും വയസ്സായിട്ടും മരിച്ചു പോകാത്ത ആൾക്കാർ, അവരുടെ രഹസ്യം തേടി ചെന്ന 2 ആതേഴ്സ് എഴുതിയ പുസ്തകമാണ് ഇക്കിഗായ്. എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഒരിക്കലും എത്രമാത്രം ദൈർഘ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അവിടുത്തെ ആൾക്കാർ ജീവിതത്തിന് അത്രമേൽ സ്നേഹിക്കുന്നു, എങ്ങനെയാണ് അവർ എത്രമാത്രം ജീവിതത്തിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള രഹസ്യങ്ങളടങ്ങിയ ഒന്നാണ് ഈ ഇക്കിഗായ് എന്നുള്ളൊരു പുസ്തകം. ഇക്കിഗായ് ഒരിക്കലും ഒരു സിസ്റ്റമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ആണ്, അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ്. ആ രീതിയിൽ ജീവിച്ചാൽ നമുക്കും നാളെ രാവിലെ എന്താണ് നമ്മൾ ഉണർന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഇക്കിഗായ് ചർച്ച ചെയ്യുന്നത്. ഇനി 5ാമത്തെ പുസ്തകം ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, നോർമൻ വിൻസെൻ്റ് പീലെ എന്നുള്ള ആദറിൻ്റെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഈ പേര് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഏതിലും പോസിറ്റീവായിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു വ്യൂ കണ്ടെത്തി നമ്മുടെ മനസ്സിനെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാം എന്ന് ഉള്ളൊരു പുസ്തകമാണ് ഈ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് കുറച്ച് സ്പിരിച്വലും കൂടെ ചേർന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത്തരത്തിൽ വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു നല്ലൊരു ഗൈഡൻസ് സപ്പോർട്ടായിരിക്കും. ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വായിച്ചതിൽ ഏറ്റവും എനിക്ക് പ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 5 പുസ്തകങ്ങൾ. ഇതല്ലാതെ APJ അബ്ദുൽ കലാമിൻ്റെ
ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് റോബിൻ ശർമ്മ, അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം പക്ക മോട്ടിവേഷൻ റൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളാണ്. ഹൗ ടു ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ വെറുതെ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു 40-50ഓളം പുസ്തകങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. നമുക്ക് എല്ലാം വായിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാം നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ കിട്ടുന്ന വാക്കുകൾ അല്ലെങ്കിൽ കിട്ടുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നല്ല രീതിയിൽ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ ഒരു ചിന്ത. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്.